പ്രചാരണം അവസാന ഘട്ടത്തിലാണെന്ന് നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഓട്ടത്തിലാണ്. ആര്യാടൻ ഷൗക്കത്ത് വാഹന പ്രചാരണമാണ്. മോഹൻ ജോർജ് വാഹനത്തിൽ എവിടേക്കോ പോവുകയാണ്. അനന്തു ഇവരുടെ എല്ലാം പിറകെ ഓടിപ്പിടിച്ച് ആണ് ഇവരുടെ എല്ലാം പ്രതികരണങ്ങൾ തേടി നമുക്ക് എത്തിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഒറ്റ ചോദ്യത്തിലേക്കാണ്. നമ്മൾ എല്ലാ ദിവസവും നിലമ്പൂരുകാരോട് ഒരു ഒറ്റ ചോദ്യം ചോദിക്കാനുണ്ട്. അവരുടെ മറുപടിയും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഇന്നത്തെ ഒറ്റ ചോദ്യം, അതിന്റെ മറുപടി കാണാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞതുപോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിവിധ വിഷയങ്ങൾ ചർച്ചയാകുന്നുണ്ട്. എന്നാൽ നിലവിൽ നിലമ്പൂർ മണ്ഡലം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏതാണ്? ചോദിക്കാം ഒറ്റ ചോദ്യം. കാട്ടുപന്നി, ആന, അങ്ങനത്തെ കുറച്ച്. ഒരു ചെറിയ ചോദ്യം. അതിന് ബൈപ്പാസ് എത്ര വേഗം ശരിയാക്കി കിട്ടണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഷൗക്കത്തും അൻവറായിട്ടുള്ള പ്രശ്നങ്ങളാണ് മെയിനായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്ര നമുക്ക് പറയാനുള്ളൂ. നിലമ്പൂരിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ കാണുന്ന വന്യമൃഗങ്ങളെ പ്രശ്നങ്ങൾ തന്നെയാണ്. നമുക്ക് ദിവസം കാണുന്നുണ്ടല്ലോ. നമ്മൾ ദിവസം പേപ്പർ എടുത്ത് നോക്കിയാൽ വന്യമൃഗങ്ങളെ ജനങ്ങളെ ആക്രമിച്ചു. സാധാരണക്കാരായ ഒരുപാട് ആളുകൾ താമസിക്കുന്ന മേഖലകളിലൊക്കെ മൃഗങ്ങളെ കയറിയിട്ട് ഇവർ താമസം മാറ്റിയ കുറേ ചുറ്റുപാടുകളൊക്കെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ബൈപ്പാസാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര തിരക്കാണ് ഇവിടെ ഏത് സമയത്തും. അപ്പോൾ ബൈപ്പാസാണ് ഏറ്റവും ഗൗരവത്തിലെടുക്കേണ്ടത്. നിലമ്പൂരിൻ്റെ പ്രശ്നം പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ബൈപ്പാസാണ്. ബൈപ്പാസ് ചെയ്യാമായിരുന്നു, അത് ചെയ്തിട്ടില്ല. ഈ റോഡ് ഇങ്ങനെ കിടന്നാൽ പോരാ. ഇവിടെ ഏറ്റവും കൂടുതൽ ട്രാഫിക്കുള്ള സ്ഥലം. രാത്രിയിൽ എനിക്കൊക്കെ വ്യക്തമായിട്ട് അറിയാം. ടൂറിസ്റ്റ് ബസ്സുകളെ കൊണ്ട് ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ കൂടി പറ്റില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. ഇതാണ് വലിയ കാര്യം. മൂന്നാമത്തെ കാര്യം, ഞാനൊരു കർഷകനാണ്. ഈ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന സകലവിധ നികുതി ഭാരം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെയും പേപ്പറിൽ വന്നേക്കുന്നു, ഇനിയും പഞ്ചായത്ത് പോലെയുള്ള സ്ഥലങ്ങൾ നാട്ടുകാരെന്ന് പൈസ പിരിച്ചിട്ട് വേണം. ഇതിനൊന്നും ആവശ്യമില്ല. അതായത് വിദേശികൾ പറയുന്നത്, നമ്മുടെ മലയാളികൾ ഈ പറഞ്ഞത്, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരു ഓഫീസിൽ പേപ്പർ കൊടുത്താൽ അത് പിന്നെ അവരുടെ കാര്യമാണ്. ആ പേപ്പർ കൊടുത്താൽ പിന്നെ അവർ ചെയ്യണം. ഇവിടെ അതല്ല. ഇത് പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു നല്ല കീഴ്വഴക്കല്ലേ. റോഡ് നന്നാവണം, പിന്നെ ട്രാഫിക് കുറേ നേരാവാണ്ട്, സിഗ്നലുകൾ വരണം, പിന്നെ അതുപോലെ തന്നെ അതൊക്കെ തന്നെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞപ്പം ബൈപ്പാസിൻ്റെ പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ ബൈപ്പാസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഇവിടെ വരില്ല. പിന്നെ ഇപ്പോൾ കുറച്ച് കാലം ആരുടെ മുമ്പൊക്കെ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാണ്ട് രണ്ടാമത് കയറിയ ടീമാണ് ഇപ്പോൾ ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്ക് തന്നെ കാര്യമായിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക, വേറെ ഒന്നുമില്ല. ഒരു ഇലക്ഷൻ വന്നോട് കൂടിയിട്ട് യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. എവിടേക്ക് പോകാനും കഴിയുന്നില്ല. മഞ്ചേരി പോകണമല്ലോ വണ്ടൂർ പോകണമല്ലോ ഒക്കെ ബ്ലോക്കിൽ പെട്ടാം. ഈ ഇലക്ഷൻ കൊണ്ട് വന്നതാണ്. യാത്രക്കാർ ഒരു സീരിയസ് കേസും കൂടി പോകാൻ കഴിയുന്നില്ല. അതാണ് നിലമ്പൂരിൻ്റെ ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. ഈ ഇലക്ഷൻ സമയത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ ഈ സ്കൂളുകളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇതുവരെ നമുക്കറിയാം കുറേ കാലം നിലമ്പൂർ വികസനമൊന്നും ഇല്ലാത്ത രീതിയിൽ നിന്നതായിരുന്നു. വലതുപക്ഷം ഭരിക്കുന്ന സമയത്ത് തീരെ വികസനങ്ങളില്ലാത്തൊരു രീതിയിൽ നിന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ഈ ഇടതുപക്ഷം അൻവറിനെ MLA ആക്കി നിർത്തി ഒരുപാടധികം ഈ റോഡുകളടക്കമുള്ള വികസനങ്ങൾ നമ്മളെ കൺമുന്നിൽ നിൽക്കുകയാണ്. ഈ ഒരു സമയത്തും കൃത്യമായിട്ട് ഈ വന്ന വികസനം എന്താണ്, അല്ലെങ്കിൽ ആരെ ഭരിക്കണം, ഏത് രീതിയിലുള്ള വികസനം ഇനി വരണം എന്നുള്ള കാര്യമൊന്നും നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾക്കൊന്നും അറിയാത്തൊരു സാഹചര്യം. ഇപ്പോൾ വലിയ പ്രശ്നം വന്യജീവിയുടെ തന്നെയാണ്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഞാൻ ടൗണിലാണ്, തൊട്ടടുത്ത് തന്നെയാണ്. എനിക്ക് വലിയ വന്യജീവി എനിക്ക് പോലും ബാധിക്കുന്നുണ്ട്. നിലമ്പൂരിൻ്റെ ഏറ്റവും ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ഇത് തന്നെ വീതിയില്ലാത്ത റോഡും വാഹന ഗതാഗതത്തിൻ്റെ മെയിനായിട്ടുള്ള വിഷയം. വലിയ പ്രശ്നം പറഞ്ഞാൽ ഇവിടെ പഴയ മന്ത്രിമാരെ മക്കളിലും മത്സരിക്കുന്നുണ്ട്. അങ്ങനെ പല വ്യക്തികളും മത്സരിക്കുന്നുണ്ട്. അതെങ്ങനെ ജനങ്ങൾ തീരുമാനിക്കും? അതാണ്